Demonstrative pronoun is മറ്റൊരു ഉദാഹരണം. The climate of India is better than that of Australia. Is better than that of Australia. That എന്നുള്ളത് demonstrative pronoun ആണ്. The climate of India is better than that of Australia. ഇവിടെ is than that of that എന്നുള്ളത് demonstrative pronoun ആണ്. അപ്പോൾ the second one is demonstrative pronoun. And the third one interrogative pronoun. Yes, interrogative pronoun. Yes, interrogative. What is the meaning of interrogative? Question ആണ്. Who എന്നൊക്കെ ചോദിക്കും നമ്മൾ. എന്ത്, വാട്ട് എന്നുള്ള ഇത്തരം കാര്യങ്ങളൊക്കെ ഇൻറ്ററോഗേറ്റീവ് എന്ന വാക്കിനർത്ഥം തന്നെ ചോദ്യം എന്നാണ്. ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്ന പോലെ ചോദ്യരൂപത്തിലുള്ള വാചകങ്ങൾ. ഇൻറ്ററോഗേറ്റീവ് പ്രോണൗൺ ചോദ്യത്തിലുള്ള പ്രോനൗൺ ആണ്. പ്രോനൗൺ സർവനാമം ഉപയോഗിക്കുക. എക്സാമ്പിൾ, it is asked, so it is used to ask the questions. It is used to ask the question. So first one is, who is that man? What is it? അപ്പോൾ ഇത്തരം കാര്യങ്ങൾ who, what, which, where എന്നിവയൊക്കെ തന്നെ this interrogative pronoun ആണ്. Interrogative. Who, what, which, where, whoever. ഇതൊക്കെ ചോദ്യം. അത്തരം ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി whoever may be. So actually he is coming as whatever. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നത് ചോദ്യങ്ങൾ ചോദിക്കാനാണ് ഇൻറ്ററോഗേറ്റീവ് പ്രോനൗൺ ഉപയോഗിക്കുന്നത്. ഓക്കെ, എക്സാമ്പിൾ, who is the owner of this car? ചോദ്യമാണ്. who is the owner of this car? What are the things we are taking from the shop? What are the things we are taking from the shops? Who, what ഇവയൊക്കെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് what, which ഇവയൊക്കെ തന്നെ നമ്മൾ ഇൻറ്ററോഗേറ്റീവ് പ്രോനൗൺ ആണ്. ആഫ്റ്റർ ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ് we must put the question mark ചോദ്യചിഹ്നം ഉപയോഗിക്കണം. നെക്സ്റ്റ് വൺ ഈസ് മെറ്റീരിയൽ നൗൺ. മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ അതിൽ തന്നെ നമുക്ക് മലയാള അർത്ഥത്തിൽ തന്നെ മെറ്റീരിയലാണ്. ഒരു വസ്തു അല്ലെങ്കിൽ ഒരു വസ്തു, എല്ലാ വസ്തുവല്ല, നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ഉദാഹരണമായിട്ട് ഗോൾഡ്, ഷുഗർ, വീറ്റ് ആൻഡ് അയൺ, സ്റ്റീൽ എക്സെട്ര. അപ്പോൾ മെറ്റീരിയൽ or substance or ingredients of a thing, it is called material noun. ഒരു മെറ്റീരിയലാണ്, ഒരു വസ്തുവാണ്. ഉദാഹരണം ഗോൾഡാണ്, ഷുഗറാണ്, വീറ്റാണ്, അയണാണ്, സ്റ്റീലാണ് ആൻഡ് സിൽവറാണ്. ഇത്തരം മിൽക്ക്, വാട്ടർ, സ്റ്റോൺ, ഇതൊക്കെ മെറ്റീരിയൽ നൗണാണ്. ഭൗതികമായ അല്ലെങ്കിൽ ഒരു വസ്തുവിനെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് മെറ്റീരിയൽ നൗൺ. അപ്പോൾ മെറ്റീരിയൽ നൗൺ ഇൻഡിക്കേറ്റ്സ് ദ സബ്സ്റ്റൻസ് ഓർ ഇൻഗ്രീഡിയൻസ് ഓഫ് എ തിങ്. സബ്സ്റ്റൻസ് or ingredient of a thing, that means a material thing which can be expressed with the help of material noun. So it is called, the third one is material noun. Okay, example, the cow gives us milk എന്നുള്ളത് ഒരു മെറ്റീരിയൽ നൗൺ ആണ്. give me a cup of tea or coffee. Coffee ഒരു മെറ്റീരിയൽ നൗൺ ആണ്. Gold is a
one. Okay, here it is. The gold is a material noun. A cup of water. A cup of water is valuable. So a cup of water, it's also a material noun. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പറയാനാണ് നമ്മൾ മെറ്റീരിയൽ നൗൺ ഉപയോഗിക്കുന്നത്. അപ്പോൾ മെറ്റീരിയൽ നൗൺ ഇൻഡിക്കേറ്റ്സ് ദ സബ്സ്റ്റൻസ് ഓർ ഇൻഗ്രീഡിയൻറ്റ് ഓഫ് എ തിങ്, എ പെർട്ടിക്കുലർ തിങ് ഇൻ ദിസ് വേൾഡ്. വി ക്യാൻ ടച്ച് ഇറ്റ്, വി ക്യാൻ ഫൈൻഡ് ഇറ്റ് ആൻഡ് വി ക്യാൻ മെഷർ ഇറ്റ്. സോ ദാറ്റ് ടൈപ്പ് ഓഫ് തിങ്സ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് മെറ്റീരിയൽ നൗൺ. മെറ്റീരിയൽ നൗൺ എന്ന് പറഞ്ഞാൽ ഭൗതികമായ വസ്തുക്കൾ, കാര്യങ്ങളൊക്കെ തന്നെ പറയുന്ന ഒരു ഘടകമാണെന്ന് പറയാം. അപ്പോൾ മെറ്റീരിയൽ നൗൺ ഈസ് ഓക്കെ.